റോസ സ്പോർട്സ് ഓൺലൈൻ രജിസ്ട്രേഷനായി വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന റോസ സ്പോർട്സ് ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ പേജിൽ ആദ്യം നെയിം ഓഫ് പാർട്ടിസിപ്പൻറ്റ് എന്ന ഭാഗത്ത് പങ്കെടുക്കുന്ന കായിക താരത്തിൻ്റെ പേര് നൽകിയതിന് ശേഷം തുടർന്ന് നെയിം ഓഫ് സ്കൂൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ മത്സരത്തിൽ പങ്കെടുത്ത സ്കൂളുകളുടെ ലിസ്റ്റാണ്. ഇവിടെ സ്കൂളിൻ്റെ പേരിന് മുൻപിലായി നൽകിയിരിക്കുന്ന കോഡ് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കോഡ് ആണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. ഈ ലിസ്റ്റ് വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ നൽകിയിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷന് മുൻപായി ഈ കോഡ് അതാത് സ്കൂളുകളുടെ ഏതാണെന്ന് പരിശോധിക്കേണ്ടതാണ്. ഇവിടെ പങ്കെടുക്കുന്ന സ്കൂളിൻ്റെ കോഡ് മാത്രമാണ് ഇത്തരത്തിൽ ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. ഇത്തരത്തിൽ കോഡ് നൽകുമ്പോൾ ആ സ്കൂളിൻ്റെ പേര് താഴെ ദൃശ്യമാകും. ആ പേരിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കൂളിൻ്റെ പേരിൻ്റെ ഭാഗത്ത് ആ സ്കൂളിൻ്റെ പേര് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് പങ്കെടുക്കുന്ന കായിക താരത്തിൻ്റെ വയസ്സ് രേഖപ്പെടുത്തേണ്ട ഭാഗമാണ്. ഇവിടെ വയസ്സ് രേഖപ്പെടുത്തിയതിന് ശേഷം ജെൻഡർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ പങ്കെടുക്കുന്ന കായിക താരത്തിൻ്റെ ജെൻഡർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉണ്ടാവുക. ഇവിടെ ജെൻഡർ സെലക്ട് ചെയ്ത് തുടർന്ന് ആ കായിക താരം പങ്കെടുക്കുന്ന കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ജെൻഡർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ലഭ്യമാകുന്ന മെനു വ്യത്യസ്തമായിരിക്കും. ബോയ്സ് മെൻ എന്നുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ലഭിക്കുന്ന മെനുവിൽ ഏത് കാറ്റഗറിയിലാണ് കുട്ടി പങ്കെടുക്കുക എന്നുള്ളത് സെലക്ട് ചെയ്ത് നൽകേണ്ടതുണ്ട്. ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് നൽകുന്നതോടുകൂടി താഴെയായി ആ വിഭാഗത്തിൽ ഉള്ള മത്സര ഇനങ്ങളാണ് ദൃശ്യമാകുന്നത്. ഇവിടെ ഈവൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് റിലേ ഉൾപ്പെടെ 3 ഇവൻറ്റുകളിലാണ് പങ്കെടുക്കാൻ സാധിക്കുക. വ്യക്തിഗത ഇനങ്ങൾ 2 കൂടാതെ റിലേയിലുമാണ് ഒരു കായിക താരത്തിന് പങ്കെടുക്കാൻ സാധിക്കുക. ഇത്തരത്തിൽ പങ്കെടുക്കേണ്ട ഇനങ്ങളുടെ നേരെയുള്ള ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ നീല നിറത്തിലുള്ള ചെക്ക് ബോക്സ് ലഭ്യമാകും. തുടർന്ന് താഴെ കാണുന്ന സേവ് രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന പോപ്പപ്പ് വിൻഡോയിലുള്ള മെനുവിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ട കുട്ടിയെ താഴെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായി കാണാൻ സാധിക്കും. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടിയുടെ ഈവൻ്റ് എഡിറ്റ് ചെയ്യുന്നതിനും ഈ കുട്ടിയെ ഡിലീറ്റ് ചെയ്യുന്നതിനുമുള്ള 2 ടാബുകൾ നൽകിയിട്ടുണ്ട്. എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നൽകിയിരിക്കുന്ന ഈവൻറ്റുകൾ ഇവിടെ മാറ്റി പുതിയ ഈവൻ്റ് നൽകിയതിന് ശേഷം അപ്ഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പുതിയ ഈവൻറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായാൽ അടുത്ത കുട്ടിയുടെ രജിസ്ട്രേഷന് വേണ്ടി പേര് നൽകി സ്കൂളിൻ്റെ പേര് മുൻപ് നൽകിയത് 007 എന്നുള്ള കോഡാണ് നൽകിയത്. കോഡ് നൽകുന്നതോടുകൂടി സ്കൂളിൻ്റെ പേര് ദൃശ്യമാകും. തുടർന്ന് ഇവിടെ പ്രായം നൽകുക. തുടർന്ന് ജെൻഡർ എന്നുള്ള ഭാഗത്ത് ജെൻഡർ സെലക്ട് ചെയ്യുക. കാറ്റഗറിയിൽ ആ വിഭാഗം കാറ്റഗറിയുടെ ഈവൻറ്റ്സ് സെലക്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ലഭ്യമാകും.
ഈവൻറ്റുകൾ സെലക്ട് ചെയ്യുന്നു. അപ്ഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് വരുന്ന ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി രണ്ടാമത്തെ രജിസ്ട്രേഷനും ഇത്തരത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട കുട്ടികളുടെ മുഴുവൻ വിവരങ്ങളും രജിസ്ട്രേഷൻ രീതിയിൽ ആഡ് ചെയ്യപ്പെടണം. തുടർന്ന് എക്സ്പോർട്ട് ടു PDF എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് രജിസ്ട്രേഷൻ നടത്തിയ കുട്ടികളുടെ PDF ഫയൽ ഇത്തരത്തിൽ ലഭ്യമാകും. എക്സ്പോർട്ട് ടു എക്സൽ എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു എക്സൽ ഷീറ്റിലേക്ക് നമ്മളുടെ രജിസ്ട്രേഷനിൽ പങ്കെടുത്ത കുട്ടികളുടെ വിവരങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷനായി ഉപയോഗിക്കുന്നത് ഒരു ഡിവൈസ് മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നത് വരെ കൺഫേം ബട്ടൺ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഓർമ്മിക്കേണ്ടതാണ്. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എക്സ്പോർട്ട് ടു PDF, എക്സ്പോർട്ട് ടു എക്സൽ എന്നുള്ള ഈ ബട്ടണുകൾ പിന്നീട് ലഭിക്കുന്നതല്ല. കൂടാതെ സേവ് രജിസ്ട്രേഷൻസ് എന്നുള്ള ഭാഗത്ത് രജിസ്ട്രേഷൻ നടത്തിയ കുട്ടികളുടെ ലിസ്റ്റും പിന്നീട് ലഭിക്കുന്നതല്ല. ആയതിനാൽ രജിസ്ട്രേഷൻ ഇത്തരത്തിൽ പൂർത്തീകരിച്ച് PDF ഫയലോ എക്സൽ ഫയലോ ജനറേറ്റ് ചെയ്ത് കുട്ടികളുടെ രജിസ്ട്രേഷൻ കൃത്യമാണ്, ഈവൻറ്റുകൾ എന്നൊക്കെ ഉറപ്പാക്കിയതിന് ശേഷം അവസാനം മാത്രമാണ് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാന കാര്യം, ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റം ഒന്ന് തന്നെയായിരിക്കണം. ഡിവൈസ് പല ഡിവൈസുകളിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയാൽ നമ്മൾ ഈ സേവ് ചെയ്ത് വയ്ക്കുന്ന ഡാറ്റ കാണാൻ സാധിക്കില്ല. ഒരു ഡിവൈസിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ എൻട്രി നടത്തുന്ന വിവരങ്ങൾ കാണാൻ സാധിക്കൂ എന്നുള്ള കാര്യം ഓർമ്മിക്കേണ്ടതാണ്. കൂടാതെ ഈ വിവരങ്ങൾ കൺഫേം ചെയ്യുന്നതിന് മുമ്പായി തന്നെ താഴെ ലഭ്യമായിട്ടുള്ള എക്സ്പോർട്ട് PDF, എക്സ്പോർട്ട് എക്സൽ ഈ ബട്ടണുകൾ ഉപയോഗിച്ച് ലിസ്റ്റ് വെരിഫൈ ചെയ്യേണ്ടതാണ്. മറ്റൊരു കാര്യം, ആദ്യ ദിവസം ഒരു എൻട്രി മാത്രമാണ് നടത്തുന്നതെങ്കിൽ ആ എൻട്രി നടത്തിയതിന് ശേഷം രണ്ടാമത്തെ ദിവസമോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലുമാണ് ബാക്കിയുള്ള കുട്ടികളുടെ രജിസ്ട്രേഷൻ നടത്തുന്നതെങ്കിലും ആ സമയത്തും കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതില്ല എന്നുള്ള കാര്യം ഓർമ്മയിൽ വയ്ക്കേണ്ടതാണ്. കൺഫേം ബട്ടൺ അവസാനം മാത്രമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ 2, 3, 4 ദിവസം കൊണ്ടാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതെങ്കിൽ അതിന് ശേഷം മാത്രമേ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാവൂ. ഇതിനു മുൻപായി എക്സ്പോർട്ട് ടു PDF എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ സ്കൂളിൽ നിന്നും പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ വിവരങ്ങൾ PDF ഫയലായോ എക്സൽ ഫയലായോ ജനറേറ്റ് ചെയ്ത് പരിശോധിച്ച് പങ്കെടുക്കുന്ന കുട്ടികളുടെ ഈവൻറ്റുകൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ പിന്നീട് ഈ കാണുന്ന 2 ബട്ടണുകളും ലഭ്യമാകില്ല എന്നുള്ളതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മളുടെ ഫയൽ പരിശോധിച്ച് ആവശ്യമായ എഡിറ്റിംഗ് നടത്തിയതിന് ശേഷം മാത്രമേ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാവൂ. ഈ പ്രോസസ്സ് പൂർത്തിയായതിന് ശേഷം അഥവാ ഓൺലൈൻ എൻട്രിയുടെ പ്രോസസ്സ് പൂർത്തിയായി 3-4 ദിവസം കൊണ്ടാണ് എൻട്രി നടത്തുന്നതെങ്കിലും അതിന് ശേഷം മാത്രമേ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാവൂ എന്നുള്ള കാര്യം കൃത്യമായി ഓർമ്മയിൽ വയ്ക്കേണ്ടതാണ്. ഇത്തരത്തിൽ എൻട്രി പൂർത്തിയാക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം കൺഫേം എന്നുള്ള ബട്ടണിൽ
ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ലഭിക്കുന്ന ഓൾ രജിസ്ട്രേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുൾ എന്നുള്ള വാർണിംഗ് വിൻഡോയിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഓൺലൈൻ എൻട്രിയുടെ പ്രോസസ്സ് പൂർത്തീകരിക്കപ്പെടുന്നതാണ്. ഇവിടെ പിന്നീട് നമുക്ക് എൻട്രി നടത്തിയ കുട്ടികളുടെ വിവരങ്ങൾ ഈ പേജിൽ ലഭ്യമാകില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതും ആയതിനാൽ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഓർമ്മയിൽ വെച്ച് വേണം ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ.